+2 രണ്ടാം വർഷ ചരിത്ര പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ തീമായ ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്, പെർസ്പെക്ഷൻസ് ഓഫ് സൊസൈറ്റി 12th century to 17th century AD. സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ സമൂഹത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ 10 തൊട്ട് 17 വരെ നൂറ്റാണ്ടുകളിലെ അഞ്ചാം തീമാണ്. 15 തീമുകളാണ് മൊത്തം ഉള്ളത്. അവസാന 2 കേരള ഹിസ്റ്ററിയാണ്. അപ്പോൾ അതിലെ അഞ്ചാമത്തെ തീം. ഇതിൽ എല്ലാം നമ്മൾ പറഞ്ഞതാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് പകരം മറ്റുള്ളവരാൽ പറയപ്പെടുന്ന കാര്യങ്ങൾ എടുക്കുന്നത്. 3 പേര് സംസാരിക്കുകയാണ്. 3 പേര് നമ്മളെക്കുറിച്ച് പറയുകയാണ്. അൽബർണി, ഇബിൻ ബത്തൂത്ത, ഫ്രാങ്കോയിസ് ബെർണിയർ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ 3 വ്യക്തികൾ. ഉസ്ബെക്കിസ്ഥാനിൽ 11ാം നൂറ്റാണ്ടിൽ വന്ന അൽബർണി, മൊറോക്കോയിൽ നിന്നും 14ാം നൂറ്റാണ്ടിൽ വന്ന ഇബിൻ ബത്തൂത്ത, ഫ്രാൻസിൽ നിന്നും 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ഫ്രാങ്കോയിസ് ബെർണിയർ. ഈ 3 പേരുടെ വരികളിലൂടെ ഇന്ത്യയുടെ മധ്യകാലഘട്ടത്തിൻ്റെ ചരിത്ര പുനരാവിഷ്കരണമാണ് നമ്മൾ നടത്തുന്നത്. ഇവരുടെ ഓരോരുത്തരുടെയും പ്രധാന പുസ്തകങ്ങളുടെ പേരും നമ്മൾ പറഞ്ഞിരുന്നു. അൽബർണിയുടെ കിതാബ് അൽ ഹിന്ദ്, ഇബിൻ ബത്തൂത്തയുടെ റിഹില, ഫ്രാങ്കോയിസ് ബെർണിയറുടെ ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ. അപ്പോൾ പരീക്ഷയ്ക്ക് അതും പ്രാധാന്യത്തോടുകൂടി ചോദിക്കുന്നതാണ്. അൽബർണിയുടെ കിതാബ് അൽ ഹിന്ദും ഇബിൻ ബത്തൂത്തയുടെ റിഹിലയും അറബി ഭാഷയിലും, ഫ്രാങ്കോയിസ് ബെർണിയറുടെ ട്രാവൽസ് ഇൻ മുഗൾ എംപയർ ആണെങ്കിൽ ഇംഗ്ലീഷിലും എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ഈ പാഠങ്ങളെപ്പറ്റി നമ്മൾ വിശദമായിട്ട് ഈ ഭാഗത്തെപ്പറ്റി പറഞ്ഞിരുന്നു. ഈ അഞ്ചാം തീയതിയിലെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ അൽബർണിയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പുസ്തകമായ കിതാബ് അൽ ഹിന്ദിനെ പറ്റിയും പറഞ്ഞു. 2ാമത്തെ ക്ലാസ്സിൽ ഇബിൻ ബത്തൂത്തയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ റിഹിലയെ പറ്റിയും പറഞ്ഞു. എന്നാൽ 3ാമത്തെ ക്ലാസ് കൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ ഫ്രാങ്കോയിസ് ബെർണിയറെ പറ്റി പറഞ്ഞു തീർന്നിട്ടില്ല. ഫ്രാങ്കോയിസ് ബെർണിയറും കൂടി വരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പറയുന്നത്. എ മോർ കോംപ്ലക്സ് സോഷ്യൽ റിയാലിറ്റി, ഒരു സങ്കീർണമായ സാമൂഹിക യാഥാർത്ഥ്യം, അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത്. ബെർണിയർ പ്രൊജക്റ്റഡ് ദ മുഗൾ സ്റ്റേറ്റ് ആസ് ടിറനിക്കൽ. മുഗൾ സ്റ്റേറ്റ് സ്വേച്ഛാധിപത്യപരം, ടിറനിക്കൽ ഏകാധിപത്യപരമായിരുന്നു. ഹവർ ഹിസ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കേഷണലി മെൻഷൻഡ് എ കോംപ്ലക്സ് സോഷ്യൽ റിയാലിറ്റീസ്. മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലെ സങ്കീർണമായ ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. ഉദാഹരണത്തിന് നിർമ്മാതാക്കൾ, വ്യാപാരം, പട്ടണങ്ങൾ, കച്ചവടക്കാർ, നഗരങ്ങൾ, വിവിധ വിഭാഗങ്ങൾ തുടങ്ങിയവരെ കുറിച്ചെല്ലാം അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ബെർണിയർ wrote that artisans had no incentive to improve the quality of their manufactures because their profits were appropriated by the state. ആർട്ടിസാൻസ്, ഈ കൈത്തൊഴിലാർക്ക് അവരുടെ ആ ഗുഡ്സിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അപ്പോൾ ആ ക്വാളിറ്റി വർദ്ധിപ്പിച്ചാൽ കൂടുതൽ വിൽക്കാൻ, കൂടുതൽ ലാഭം ഉണ്ടാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് താല്പര്യം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഒരു താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം, ഇതിലുണ്ടാകുന്ന ലാഭം വല്ലതും സ്റ്റേറ്റ് അങ്ങ് എടുക്കും. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഈ ലാഭം കൈവശപ്പെടുത്തൽ കാരണം അവർക്ക് ഇതിലൊരു താല്പര്യമില്ലായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഹി അഡ്മിറ്റഡ് ദാറ്റ് മാനുഫാക്ചേഴ്സ് വെയർ എക്സ്പോർട്ടഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഗോൾഡ് ആൻഡ് സിൽവർ. ഇതേ സമയത്താണ് നമുക്കതിൻ്റെ വൈരുദ്ധ്യം അറിയുന്നത്. മാനുഫാക്ചേഴ്സ് വെറും പട്ടിണിക്കാരെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവർ സ്വർണത്തിനും വെള്ളിക്കും വേണ്ടി അവരുടെ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. ആസ് എ റിസൾട്ട് വാസ്റ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വേൾഡ്സ് പ്രഷ്യസ് മെറ്റൽസ് ഫ്ലോഡ് ഇൻ ടു ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വില പിടിച്ച മെറ്റൽസ്, സ്വർണം, വെള്ളിയെല്ലാം ഇന്ത്യയിലേക്ക് ഒഴുകുകയായിരുന്നു എന്ന്. ബെർണിയർ ഒരു കൈ കൊണ്ട് പറയുന്നു, ഇന്ത്യയിലേക്ക് നഗരങ്ങൾ നശിച്ചു, കച്ചവടം നശിച്ചു, കൃഷി നശിച്ചു, പട്ടിണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ലോകത്തിലുള്ള പ്രഷ്യസായ വസ്തുക്കളെല്ലാം ഇന്ത്യയിലേക്ക് ഒഴുകുകയായിരുന്നു പറയുമ്പോൾ ബെർണിയറുടെ തന്നെ പറച്ചിലെ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഡ്യൂറിങ് ദ 17th century, about 15% of the population lived in towns. 17ാം നൂറ്റാണ്ടിൽ നമ്മുടെ മൊത്തം പോപ്പുലേഷൻ്റെ 15% നഗരങ്ങളിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ദിസ് വാസ് ഹയർ ദാൻ ദ പ്രൊപ്പോർഷൻ ഓഫ് അർബൻ പോപ്പുലേഷൻ ഇൻ വെസ്റ്റേൺ യൂറോപ്പ് ഇൻ ദ സെയിം പീരീഡ്. പാശ്ചാത്യ യൂറോപ്പിൽ
ജനങ്ങളിൽ ആയിട്ടുള്ള ആ പ്രപ്പോർഷൻ അനുപാതം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഉയർന്ന നിരക്ക് തന്നെയാണ് ഈ നഗരജീവിതം. ബർണിയർ ഡിസ്ക്രൈബ്ഡ് മുഗൾ സിറ്റീസ് ആസ് ക്യാമ്പ് ടൗൺസ്. മുഗൾ നഗരങ്ങളെ അദ്ദേഹം ക്യാമ്പ് ടൗൺസ് എന്ന് വിളിച്ചു. പാളയ നഗരങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ദീസ് ടൗൺസ് ഓവ്ഡ് ദെയർ എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ ഓൺ ദ ഇമ്പീരിയൽ ക്യാമ്പ്. രാജകീയ ഉദ്യോഗസ്ഥർ, രാജകീയ സ്ഥാപനങ്ങൾ, രാജകീയ കൊട്ടാരം ഇത് നിലനിൽക്കുമ്പോൾ അതിന് ചുറ്റുമായിട്ട് വരുന്ന നഗരങ്ങളാണ് ക്യാമ്പ് ടൗൺസ്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ രാജാവ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരം അത് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരം അപ്പോഴേ അപ്രത്യക്ഷം ഒന്നുമല്ലാതാവും. അപ്പോൾ അതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ക്യാമ്പ് ടൗണുകളായിരുന്നു ഇന്ത്യയിലുള്ളത്, വേറെ ടൗൺ ഒന്നും ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ അത് നമുക്കത് നോക്കാം. അത് തെറ്റായ ഒരു വസ്തുതയാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ക്യാമ്പ് ടൗൺസ്, എന്താണ് പാളയ നഗരങ്ങളെന്ന്. ബർണിയേഴ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടൗൺസ് വാസ് ആൻ ഓവർ സിംപ്ലിഫിക്കേഷൻ ഓഫ് ദ സോഷ്യൽ റിയാലിറ്റി. ബർണിയറുടെ ഈ ടൗണുകളെ പറ്റിയുള്ള വിശദീകരണം ഒരു അമിത ലളിതവൽക്കരണമായി പോയി, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ ഒരു അമിത ലളിതവൽക്കരണമായി പോയി. ആൾ കൈൻഡ്സ് ഓഫ് ടൗൺസ് സച്ച് ആസ് മാനുഫാക്ചറിങ് ടൗൺസ്, വ്യത്യസ്തങ്ങളായ ടൗണുകൾ, ഉദാഹരണമായിട്ട് മാനുഫാക്ചറിങ് ടൗൺസ്, നിരവധിയായ വസ്തുക്കൾ നിർമ്മിക്കുന്ന നിർമ്മാണ നഗരങ്ങൾ. ട്രേഡിംഗ് ടൗൺസ്, കച്ചവട പട്ടണങ്ങൾ. പോർട്ട് ടൗൺസ്, നല്ല തുറമുഖ നഗരങ്ങൾ. സേക്രഡ് സെൻറ്റേഴ്സ്, വിശുദ്ധങ്ങളായ സ്ഥലങ്ങൾ നഗരങ്ങളായത്. പിൽഗ്രിം ടൗൺസ്, തീർത്ഥാടക നഗരങ്ങൾ എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദിസ് ടൈം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ക്യാമ്പ് ടൗൺസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു ഒരു നിര നഗരങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞു. മർച്ചൻസ് ഓഫൺ ഹാഡ് സ്ട്രോങ് കമ്മ്യൂണിറ്റി ഓർ കിൻ ടൈസ്. കച്ചവടക്കാർക്ക് ശക്തമായ സംഘടനകൾ, ശക്തമായ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. രക്തബന്ധത്തിൽ അധിഷ്ഠിതമായ കെട്ടുപാടുകൾ ഉള്ള കൂട്ടായ്മകൾ, നമ്മൾ നേരത്തെ ഇതിന് ഗിൽഡ്സ് എന്നൊക്കെ വിളിച്ചിരുന്നു, അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. ഇൻ വെസ്റ്റേൺ ഇന്ത്യ ദീസ് ഗ്രൂപ്പ്സ് വെർ കാൾഡ് മഹാജൻസ്. പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഈ ഗ്രൂപ്പുകളെ മഹാജൻസ് എന്ന് വിളിച്ചിരുന്നു. ആൻഡ് ദെയർ ചീഫ് ദ ഷേത്ത്. ഇവരുടെ ആ ചീഫിനെ സേത്ത് എന്ന് വിളിച്ചിരുന്നു. അതേ സ്ഥാനത്ത് അഹമ്മദാബാദിൽ മഹാജന്മാരുടെ ഈ കൂട്ടായ്മയ്ക്ക് നഗർസേത്ത് എന്നൊക്കെ പറഞ്ഞിരുന്നു, നഗർസേത്ത്. ഇനി നമുക്ക് മധ്യകാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെ പറ്റി നോക്കാം. വിമൻ സ്ലേവ്സ്, സ്ത്രീ അടിമകൾ. സതി ആൻഡ് ലേബറേഴ്സ്, സതിയെക്കുറിച്ചും തൊഴിലാളികളെക്കുറിച്ചും ഒക്കെ. അപ്പോൾ സ്ലേവറി എന്ന് പറയുന്ന സമ്പ്രദായം, അടിമത്തം, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അത് കേട്ടിട്ടില്ലാത്തവരായിട്ടുള്ള ഇന്ത്യക്കാരില്ല. പിന്നെ തൊഴിലാളികൾ, മധ്യകാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ ഈ യാത്രികരുടെ ലേഖനങ്ങളിലൂടെയാണ് നമ്മളിത് നോക്കുന്നത്. സ്ലേവ്സ് വെർ ഓപ്പൺലി സോൾഡ് ഇൻ മാർക്കറ്റ്സ് ലൈക്ക് അതർ കമോഡിറ്റീസ്. മറ്റ് സാധനങ്ങളുടെ കൂട്ട് അടിമകളെ മാർക്കറ്റുകളിൽ വില പേശി വിറ്റിരുന്നു. ആൻഡ് വെയർ റെഗുലർലി എക്സ്ചേഞ്ച്ഡ് ആസ് ഗിഫ്റ്റ്സ്. സമ്മാനങ്ങളായിട്ട്, നമ്മൾ ചിലർക്ക് സമ്മാനം നമുക്ക് കൊടുക്കത്തില്ലേ, കല്യാണത്തിനോ എന്തെങ്കിലും പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ സമ്മാനമൊക്കെ. ഇത് സമ്മാനമായിട്ടൊക്കെ 4 അടിമ ആണിനെയോ അടിമ പെണ്ണിനെയോ കൊടുക്കുക, അടിമകളെ കൊടുക്കുക. വെൻ ഇബിൻ ബത്തൂത്ത റീച്ച്ഡ് സിൻഡ് ഹി പർച്ചേസ്ഡ് ഹോഴ്സസ്, ക്യാമൽസ് ആൻഡ് സ്ലേവ്സ് ആസ് ഗിഫ്റ്റ്സ് ഫോർ സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അപ്പോൾ എത്ര ആ നാട്ടിൽ നിലനിൽക്കുന്ന സാധാരണയായ ഒരു കാര്യമാണെന്ന് നോക്കിക്കോണം. ഇബൻ ബത്തൂത്ത അവിടെ വന്ന ഉടനെ അടിമച്ചന്ത കയറി കുറേ അടിമകളെ വാങ്ങിച്ചു. എന്തിൻ്റെ കൂടെയാണെന്നറിയാമോ? കുതിരകളുടെയും ഒട്ടകങ്ങളുടെയൊക്കെ കൂടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് കൊടുക്കാൻ കുറേ അടിമകളെയും കൂടെ വാങ്ങിച്ച് കൊണ്ടുപോയി കൊടുത്തു. വെൻ ഹി റീച്ച്ഡ് മുൾട്ടാൻ ഹി പ്രസന്റഡ് ദ ഗവർണർ വിത്ത് എ സ്ലേവ്, ഒരടിമ, ആൻഡ് ഹോഴ്സ്, ഒരു കുതിരയും, ടുഗദർ വിത്ത് റൈസിൻസ് ആൻഡ് ആൽമണ്ട്സ്, ഉണക്കമുന്തിരിക്കും ബദാമിൻ്റെയും കൂടെ ഒരു കുതിരയും ഒരു അടിമയും കൂടെ ഈ ഗവർണർക്ക് കൊടുത്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി കാണും. ദെയർ വെയർ മെനി ഫീമെയിൽ സ്ലേവ്സ് ഇൻ ദ സർവീസ് ഓഫ് ദ സുൽത്താൻ. സുൽത്താൻ്റെ സർവീസിൽ ഒരുപാട് ഫീമെയിൽ സ്ലേവ്സും ഉണ്ടായിരുന്നു. സം ഓഫ് ദം വെയർ എക്സ്പെർട്സ് ഇൻ മ്യൂസിക് ആൻഡ് ഡാൻസ്. കുറേ സ്ത്രീ അടിമകളുണ്ടായിരുന്നു. അവരിൽ കുറേ പേര് നല്ലവണ്ണം പാട്ട് പാടുന്നവരും നൃത്തം ചെയ്യുന്നവരുമായിരുന്നു. ഇബിൻ ബത്തൂത്ത എൻജോയ്ഡ് ദെയർ പെർഫോമൻസ് അറ്റ് ദ വെഡ്ഡിങ് ഓഫ് ദ സുൽത്താൻ സിസ്റ്റർ. സുൽത്താൻ്റെ സിസ്റ്ററുടെ വിവാഹത്തിന് ഇബിൻ ബത്തൂത്തയ്ക്ക് ഈ അടിമകളുടെ പെർഫോമൻസ്, പാട്ടും ആട്ടവും ഒക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഫീമെയിൽ സ്ലേവ്സ് ആൾസോ ആക്റ്റഡ് ആസ് സ്പൈസ് ഫോർ ദ സുൽത്താൻ. സുൽത്താന്
സ്പൈസായിട്ട് സ്പൈ ചാരന്മാരായിട്ട്, ചാര സ്ത്രീകൾ, ചാര പുരുഷന്മാർ, ചാരന്മാരായിട്ടും ഈ അടിമകളെ ഉപയോഗിച്ചിരുന്നു. ദേ വെയർ എംപ്ലോയിഡ് ബൈ ദ സുൽത്താൻ ടു കീപ്പ് എ വാച്ച് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ഹിസ് നോബിൾസ്. അപ്പോൾ ഈ സ്ത്രീകളെ ചാരന്മാരായിട്ട് ഉപയോഗിച്ചിരുന്നത് അവിടുത്തെ തന്നെ ആ നോബിൾസിൻ്റെ, പ്രഭുക്കന്മാരുടെയൊക്കെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടാണ്. ദ പ്രൈസ് ഓഫ് സ്ലേവ്സ്, പർട്ടിക്കുലർലി ഫീമെയിൽ സ്ലേവ്സ് റിക്വയർഡ് ഫോർ ഡൊമസ്റ്റിക് ലേബർ, വീട്ടാവശ്യത്തിനുള്ള ഫീമെയിൽ സ്ലേവ്സിൻ്റെ കൂലി ലേബർ വാസ് വെരി ലോ, വളരെ കുറവാണ്. മോസ്റ്റ് ഫാമിലീസ് കുഡ് അഫോർഡ് ദം, സോ ദേ കെപ്റ്റ് അറ്റ്ലീസ്റ്റ് 1 or 2 സ്ലേവ്സ്. ഒരു സാധാരണ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന കൂലി, വളരെ ചെറിയ കൂലി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുത്താൽ മതി അടിമയ്ക്ക്. അതുകൊണ്ട് എല്ലാ വീട്ടുകാരും 1-2 അടിമകളെയൊക്കെ സ്ഥിരമായിട്ട് അവിടെ നിർത്തിയിരുന്നു. എല്ലാ വിദേശ സഞ്ചാരികളും കിഴക്കിലെയും പടിഞ്ഞാറിലെയും സാമൂഹിക അവസ്ഥകളെപ്പറ്റി പരാമർശിക്കുമ്പോൾ പാശ്ചാത്യ നാടുകളിലെ സ്ത്രീകളുടെ അവസ്ഥയും കിഴക്കൻ നാടുകളിലെ സ്ത്രീകളുടെ അവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബർണിയർ പ്രത്യേകിച്ചും. ബർണിയറുടെ അഭിപ്രായം നോക്കാം. ബർണിയർ ചോസ് ദ പ്രാക്ടീസ് ഓഫ് സതി ഫോർ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ. ഇന്ത്യക്ക് എന്നത്തെയും കാലത്ത് നാണക്കേടായിട്ടുള്ള ഭയാനകമായ ആചാരം സതി, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കാൻ ബർണിയർ ശ്രമിച്ചിട്ടുണ്ട്. ഹി നോട്ടഡ് ദാറ്റ് എ ഫ്യൂ വിമൻ എംബ്രൈസ്ഡ് ഡെത്ത് ചിയർഫുള്ളി. അദ്ദേഹം പറയുന്നു, കുറച്ച് സ്ത്രീകൾ വളരെ സന്തോഷത്തോടുകൂടി ഈ മരണം ഏറ്റുവാങ്ങിയിരുന്നു. ഒരുപക്ഷെ ഇത് വളരെ ദിവ്യമാണെന്ന് കരുതിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള വളരെ ദുഷ്കരമായ ആ ജീവിതം ഓർത്തിട്ടായിരിക്കും. ബട്ട് അതേഴ്സ് വെയർ ഫോഴ്സ്ഡ് ടു ഡൈ. മറ്റുള്ളവർ മരിക്കാൻ വിധിക്കപ്പെടുകയായിരുന്നു. ദേ വെയർ ഫോഴ്സിബിളി ടേക്കൺ ടു ദ ഫ്യൂണറൽ പയർ ആൻഡ് ബേൺഡ് അലൈവ്. അവരെ നിർബന്ധമായിട്ട് ആ ഫ്യൂണറൽ പയർ, ചിതയിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയി കത്തിക്കുകയും ജീവനോടെ കത്തിക്കുകയും ചെയ്യുകയായിരുന്നു. വെൻ ലേബർ വാസ് ക്രൂഷ്യൽ ഫോർ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. സ്ത്രീകൾ കൃഷിക്കും കൃഷിയേതര പരിപാടിക്കും വളരെ ആവശ്യമായിട്ട് മാറി. അപ്പോൾ പുരുഷൻ മാത്രം ജോലി ചെയ്താൽ വീട് നിൽക്കത്തില്ല എന്നുള്ള കാലത്ത് സ്ത്രീ തൊഴിലിന് നല്ല പ്രാധാന്യമുള്ള കാലത്താണ് ഈ രീതിയിലുള്ള വളരെ നീചമായ ആചാരങ്ങൾ നിലനിന്നിരുന്നതെന്ന് ഓർക്കണം. ട്രാവലേഴ്സ് അക്കൗണ്ട്സ് പ്രൊവൈഡ് അസ് വിത്ത് ആൻ എക്സൈറ്റിംഗ് ഗ്ലിംസ് ഓഫ് ദ ലീവ്സ് ഓഫ് മെൻ ആൻഡ് വിമൻ ഡ്യൂറിങ് ദെയർ സെഞ്ച്വറീസ്, ബട്ട് ദെയർ അക്കൗണ്ട്സ് ഹാവ് മെനി ലിമിറ്റേഷൻസ്. അപ്പോൾ സെഞ്ച്വറികളിലെ ഇവരുടെ വിവരണങ്ങൾ വളരെ നല്ലതായിരുന്നെങ്കിലും അതിന് ചില പരിമിതികളുണ്ടായിരുന്നു. യാത്രികരുടെ കുറിപ്പുകളിലെ പരിമിതികൾ, പോരായ്മകൾ എന്ന് പറയുമ്പോൾ ദ ഒബ്സർവേഷൻസ് ഓഫ് ദ ട്രാവലേഴ്സ് വെയർ ഓഫൺ ഷെയ്പ്ഡ് ബൈ ദ കോണ്ടെക്സ്റ്റ് ഫ്രം വിച്ച് ദേ കെയിം. അവർ വരുന്ന സ്ഥലവുമായിട്ട് കമ്പയർ ചെയ്തേ അവർക്ക് എഴുതാൻ കഴിഞ്ഞുള്ളൂ. അടുത്തായിട്ട് ദേ ഡിഡ് നോട്ട് നോട്ടീസ് മെനി ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ്. അവർ വ്യത്യസ്തങ്ങളായ നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ പല കാര്യങ്ങളും വിട്ടുകളഞ്ഞു. അതും ഒരു പരിമിതിയാണ്. എന്നാലും ഇത്രയും പരിമിതികൾക്കിടയ്ക്കും നമ്മുടെ ആ മധ്യകാലഘട്ടത്തിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നമ്മുടെ യാത്രികർക്ക് കഴിഞ്ഞു. ശരി.